ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. തുല്യം ചൊല്ലാൻ ആരുമില്ലാത്തവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഏഷ്യാനെറ്റിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇസ്ലാം മതവും കത്തോലിക്ക മതവും അബ്രഹാമിക് റിലീജിയൻസ് ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പാംബ്ലാനി പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. സഭയുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാം മതത്തിൻ്റെയും പൊതുവികാരം എന്ന് പറയുന്നത് ഇത് അബ്രാഹമിൻ്റെ മക്കളുടെ മതം, അബ്രഹാമിക് റിലീജിയൻ, അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പാംബ്ലാനിയുടെ വാക്കുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കർ അതിശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ വേറൊരു സംഗതി കൂടിയുണ്ട്. ഇല്ലാത്ത ലവ് ജിഹാദിന്റെ പേരിൽ കത്തോലിക്ക പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാൻ സ്വയം പ്രഖ്യാപിത സംരക്ഷകരെ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും പാംബ്ലാനി രംഗത്ത് വന്നിരുന്നു. അതിന്റെ ക്ലിപ്പും കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില്, മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാം. നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം. നമ്മൾ പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവും ഇല്ല. കന്നുകാലി ചക്കമടല് കണ്ട കൂട്ടിക്കേറുന്നത് പോലെ നമ്മുടെ പിള്ളേരെല്ലാം പ്രണയക്കുരുക്കിൽ പെട്ടുപോയി എന്നാരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ഇപ്രകാരമുള്ള കെണികളുടെ പേരില് നമ്മൾ ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മളുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ നസ്രാണി സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ക്ലിപ്പ് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ജോസഫ് പാംബ്ലാനി എന്ന കുറുക്കനെ ശരിക്കും മനസ്സിലാക്കാൻ കത്തോലിക്കർക്ക് അവസരം കിട്ടിയല്ലോ എന്നോർത്താണ് എനിക്ക് സന്തോഷമുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന വിവിധ സഭകളിൽപ്പെട്ട ക്രൈസ്തവരുടെ ഐക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധ ക്രൈസ്തവ സഭകളുടെ ഐക്യമല്ല, സഭകളുടെ ഐക്യമൊന്നും ഞങ്ങൾ കൂട്ടിയാൽ കൂടുന്നതല്ല. എന്നാൽ വിവിധ സഭകളിലെ അംഗങ്ങളായ ക്രൈസ്തവർ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകളുടെയും സംഘികളുടെയും നാസ്തികരുടെയും ഒക്കെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഐക്യത്തോടെ നിന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഐക്യം ജിഹാദികൾക്ക് വേണ്ടി തകർക്കാൻ കർട്ടന് പുറകിൽ നിന്ന് ചരട് വലിച്ചതിൽ പ്രധാനിയാണ് ഈ ജോസഫ് പാംബ്ലാനി. കാലം ഇയാളെ എക്സ്പോസ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അത് സംഭവിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ലവ് ജിഹാദ് കേസുകൾ തലശ്ശേരിയിൽ ഇല്ല എന്നൊക്കെ പറയുന്നത്, തലശ്ശേരിയിൽ നിന്ന് ഒരു കുഞ്ഞു പോലും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാണ്. കാരണം ഇതിനു മുമ്പ് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ അറിവിൽ തന്നെ 18ഓളം കേസുകളുണ്ടെന്ന്. ഈ ജോസഫ് പാംബ്ലാനി തന്നെ പറഞ്ഞുള്ളതാണ്, അതിന്റെ വീഡിയോയിൽ ലഭ്യമാണ്. ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് ഇവിടെ ക്രൈസ്തവർക്ക് ഒരു നിർബന്ധവും. ഏത് വാക്കും പകരം ഉപയോഗിച്ചോട്ടെ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. അതിന് നിങ്ങൾ കൊടുക്കുന്ന ശീർഷകം എന്തുമാകട്ടെ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില തീവ്രവാദ നിലപാടുള്ള ഗ്രൂപ്പുകാർ ആ യുവജനങ്ങൾ ക്രിസ്തീയ ഹൈന്ദവ പെൺകുട്ടികളെ വശീകരിച്ച് പ്രണയം അഭിനയിച്ചുകൊണ്ട് അവരെ മതം മാറ്റി അവരെ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു.
അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാകാം, സ്വർണ്ണക്കടത്തിനാകാം, മയക്കുമരുന്നിൻ്റെ വിപണനത്തിന് വേണ്ടിയാകാം ഉപയോഗിക്കുന്നതിൻ്റെ ഒട്ടനവധി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ എല്ലാ മതാന്തര പ്രണയങ്ങളെയും ലവ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ സമാന പദങ്ങൾ കൊണ്ടോ വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായും ഇതര മതവിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾ തമ്മിൽ ആകൃഷ്ടരാകുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും ഒക്കെയും സ്വാഭാവികമായൊരു വിഷയമാണ്. അപ്രകാരം ഒഴിവാക്കാനാവാത്ത രീതിയിലുള്ള പ്രണയത്തിലായവർക്ക് ഈ പങ്കാളിയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ തന്നെ ക്രിസ്തീയ ജീവിതം തുടരുന്നതിനുള്ള നടപടിക്രമങ്ങളും സഭയിലുണ്ട്. അതൊരു വശത്ത് നിൽക്കുക. പക്ഷെ ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം അതല്ല. ഇവിടെ കേരള പോലീസ് പറയും ലവ് ജിഹാദില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പഠനത്തിൽ പറയും ഇവിടെ ലവ് ജിഹാദേ ഇല്ല. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് കേന്ദ്ര പോലീസോ കേരള പോലീസോ പറയേണ്ട കാര്യം നമുക്കില്ല. ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ഇപ്രകാരം ചതിക്കെണിയിൽപ്പെട്ട് പ്രണയത്തിൻ്റെ ലേബലിൽ നാട് കടത്തപ്പെടുന്നു. ആ ഒരു പ്രതിസന്ധി ഇവിടെയുണ്ട്. ഈ ചുറ്റുവട്ടങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ തന്നെ ഈ മലബാറിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു 10-18ഓളം കേസുകൾ എൻ്റെ അറിവിൽ തന്നെ ഈ ഇപ്രകാരം മാതാപിതാക്കൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ പെൺകുട്ടി ഇപ്രകാരം പോയി എന്നുള്ളത്. മാതാപിതാക്കൾക്ക് പിന്നെ അവരെ കാണാനോ ഒന്ന് സംസാരിക്കാനോ പോലും ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്തിനാണ് ഒരു ന്യായമായ രീതിയിലുള്ള വിവാഹമാണെങ്കിൽ ഇത്രയും വലിയ ഒളിച്ചുകളി എന്തിനു വേണ്ടിയാണ്? ശരിയായുള്ള പ്രണയത്തിൻ്റെ പേരിൽ പോയതാണ് എങ്കിൽ ഇത്രയും വലിയ രഹസ്യ സ്വഭാവങ്ങൾ എന്തിനു വേണ്ടിയാണ്? അവരെ ഒന്ന് കാണാനോ സംവദിക്കാനോ സംസാരിക്കാനോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. അപ്രകാരം പോയി ജീവിതം തകർന്നു പോയി തിരികെ വീടുകളിലേക്ക് വന്ന പെൺകുട്ടികളുടെ എണ്ണം, കഥകൾ, സങ്കടങ്ങൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. ഇതെല്ലാം വെച്ച് ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഇതൊരു മതപരമായ പ്രശ്നമായിട്ടല്ല കത്തോലിക്കാ സഭ ഇതിനെ പറയുന്നു. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ഇവിടുത്തെ ഏതാനും പെൺകുട്ടികളെ ചതിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചില സാമൂഹ്യ വിരുദ്ധരായ തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും അവരെ നിലയ്ക്ക് നിർത്തണമെന്നുമാണ് സഭയ്ക്ക് പറയാനുള്ളത്. അതാണ് പാലായിലെ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്. ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഈ സമുദായത്തെ അപകടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് സഭയുടെ പൊതുബോധത്തിൻ്റെ തന്നെ ഭാഗമാണ്. ആ ഒരു വികാരം അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ ആ വികാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വികാരം തന്നെയാണ്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇയാളുടെ അധികാരത്തിന്റെ കീഴിലുള്ള തലശ്ശേരി രൂപതയിൽപ്പെട്ട എത്രയെത്ര സ്ത്രീകളെയാണ് ലവ് ജിഹാദിന്റെ ചതിക്കുഴിയിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടു സഹോദരൻ അജീഷ് ജോസഫ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൂടാതെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ പ്രവർത്തന ഫലമായി തലശ്ശേരി രൂപതയിൽപ്പെട്ട സ്ത്രീകൾ ലവ് ജിഹാദിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ കാസയുടെ ആളുകൾ ഇടപെട്ട് ലവ് ജിഹാദിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള തലശ്ശേരി രൂപതയിലെ പല ഇടവകളിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യവും എനിക്കറിയാം. സംഗതി ഇങ്ങനെയായിരിക്കെ യാതൊരു ഒളിപ്പുമില്ലാതെയാണ് ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെപ്പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാകാത്ത വിധം നട്ടെല്ലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളതെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നുവെന്ന് ജോസഫ് പാംബ്ലാനി പറയുന്നത്. സത്യോപദേശത്തെ കൃത്യമായി പഠിപ്പിക്കുകയും ഇസ്ലാമിന്റെ ചതിക്കുഴികളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്താൽ ഒരുമാതിരി എല്ലാ ക്രിസ്ത്യൻ പെൺകുട്ടികളും റോമിയോ ജിഹാദികളുടെ പ്രണയക്കുരുക്കിൽ അകപ്പെടാതെ നട്ടെല്ല് നിവർത്തി തന്നെ നിൽക്കും. ഈ ഫീൽഡിൽ ഇത്രയും നാളുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ജോസഫ് പാംബ്ലാനിയെ പോലെയുള്ള ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അബ്രഹാമിക് റിലീജിയനിൽ പെട്ടവരാണെന്ന് പറഞ്ഞ് അവരുടെ സമുദായത്തിലെ പെൺകുട്ടികളെ ജിഹാദികൾക്ക് ഒറ്റുകൊടുക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ചില ലവ് ജിഹാദ് ഇരകൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവനെന്നോട് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും അവനെ കല്യാണം കഴിച്ചാൽ ഈശോയെ വിട്ടു പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് ഞാൻ ആദ്യം നോ പറഞ്ഞതാണ്.
എന്നാൽ പിന്നീട് പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛന്റെ പ്രസംഗത്തിൽ കേൾക്കുന്നത് നമ്മുടെ യേശുക്രിസ്തുവാണ് അവരുടെ ഈസാ നബി എന്ന. അപ്പൊ ഇത് അവനും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അന്ന് അതിന് വില കൊടുത്തിരുന്നില്ല. പക്ഷെ അച്ഛനും അത് തന്നെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് പിന്നെ അവനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? എനിക്ക് ഈശോയെ വിട്ടു പോകേണ്ടി വരില്ലല്ലോ. അവർക്കും ഈശോ ഉണ്ടല്ലോ. ഈശോ എന്നുള്ളതിന് പകരം ഈസ എന്ന് വിളിക്കുന്നതല്ലേ ഉള്ളൂ എന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം അവനോട് യെസ് പറഞ്ഞു എന്ന് പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ളതാണ്. ലവ് ജിഹാദിന്റെ ഇരകളിൽപ്പെട്ട പല കത്തോലിക്ക സ്ത്രീകളും ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പാംബ്ലാനി ഏഷ്യാനെറ്റിൽ പോയിരുന്ന് കത്തോലിക്കരും മുസ്ലിങ്ങളും അബ്രഹാമിക് റിലീജിയനിൽ പെട്ടവരാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്കതിൽ യാതൊരു അത്ഭുതവും തോന്നിയില്ല. ഇത്രയും നാൾ ജിഹാദികൾക്ക് വേണ്ടി അവർ പള്ളികൾക്കുള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ജിഹാദികൾക്ക് വേണ്ടി അവരത് പള്ളിക്ക് വെളിയിലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിലിപ്പോ അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആന്റണി തറയക്കടവിലിനെ പോലെ നട്ടെല്ലുള്ള അച്ഛന്മാര് അതിൻ്റെ അകത്ത് ഇത് രണ്ടാണെന്നും ഇസ്ലാമിന്റെ ചതിക്കുഴിയിൽ വീഴരുതെന്നൊക്കെ പറഞ്ഞ് അവരുടെ മതത്തിനകത്തുള്ള ആളുകളെ പ്രബോധിപ്പിച്ചിരുന്നു. എന്ത് ചെയ്യാനാണ്? ആ മനുഷ്യനെ, ആർജവമുള്ള നട്ടെല്ലുള്ള നെഞ്ചുറപ്പുള്ള ആ പുരോഹിതനെ ഇവര് സ്ഥലം മാറ്റി. ഇതാണ് അവസ്ഥ. ജിഹാദികൾക്ക് വേണ്ടി ഇവരൊക്കെ എന്തും ചെയ്യും. അതാണ് അവസ്ഥ. ഇനി വേറൊരു രസമുണ്ട്. വീട്ടിലേത് വിരുന്നുകാരൻ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ജൂതന്മാരുടെ അവസ്ഥ. ജോസഫ് പാംബ്ലാനിക്കെതിരെ കാസ ഇട്ട പോസ്റ്റിൽ വന്ന ഒരു കമന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അബ്രഹാമിക് റിലീജിയൻ എന്നത് ജൂത സൃഷ്ടിയാണെന്നും അറേബ്യയിലെ ഇടഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ ഇസ്രായേൽ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ജൂത ബുദ്ധിയിൽ നിന്നാണ് അബ്രഹാമിക് റിലീജിയൻ എന്ന കാഴ്ചപ്പാടുണ്ടായെന്നുമാണ് കമന്റിൽ പറയുന്നത്. അബ്രഹാമിക് റിലീജിയൻ ആശയം കൊണ്ട് ജൂതൻ അവന്റെ ഭൂമി സംരക്ഷിക്കുമെന്നും കമന്റ് ഇട്ടയാൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അബ്രഹാമിക് റിലീജിയൻസ് എന്ന പ്രയോഗം കേൾക്കുമ്പോൾ എപ്പോഴും അതിനെ എതിർത്തിട്ടുണ്ടെങ്കിലും ആരാണ് ആ പ്രയോഗം കൊണ്ടുവന്നത് എന്ന് ഇതുവരെ ഞാൻ അന്വേഷിച്ചിരുന്നില്ല. അബ്രഹാമിക് റിലീജിയൻ എന്നുള്ള വാക്ക് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇല്ല. അബ്രഹാമിന്റെ മതം എന്ന് പറയുന്ന ഒരു സംഗതി പഴയ നിയമത്തിലും ഇല്ല, പുതിയ നിയമത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ അബ്രഹാമിക് റിലീജിയൻ എന്നും പറഞ്ഞ് ഇസ്ലാമിനെ കൂടെ കൂട്ടുകയില്ല. കാരണം അബ്രഹാമിന് അങ്ങനെ പ്രത്യേകിച്ചൊരു മതം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഒന്നുകിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ചുമ്മാടോ PJ വിൻസെന്റ് ഉണ്ടല്ലോ, PJ വിൻസെന്റിനെ പോലെയോ അല്ലെങ്കിൽ അലക്സാണ്ടർ ജേക്കബിനെ പോലെയോ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികൾ ആരെങ്കിലും ആയിരിക്കും ഈ പ്രയോഗം കൊണ്ടുവന്ന് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിക്കലും അതൊരു യഹൂദനാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല, യഹൂദന്മാരുടെ സൃഷ്ടിയാണെന്ന് ചിന്തിച്ചിരുന്നില്ല. ഏതായാലും ഈ കമന്റ് കണ്ടപ്പോ ആരാണ് അബ്രഹാമിക് റിലീജിയൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എന്നറിയാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ആരാണ് അബ്രഹാമിക് റിലീജിയൻ എന്ന ടേം കോയിൻ ചെയ്തതെന്ന്, ആദ്യമായിട്ട് അത് ഉപയോഗത്തിൽ വരുത്തിയത്. അപ്പോൾ മനസ്സിലായി അത് യഹൂദന്മാരുടെ സൃഷ്ടിയല്ല, കത്തോലിക്കരുടെ സൃഷ്ടിയാണ്. കത്തോലിക്കരാണ് ഈ സംഗതി കൊണ്ടുവരുന്നത്. 1883 മുതൽ 1962 വരെ ജീവിച്ചിരുന്ന ഫ്രഞ്ചുകാരനായ ഒരു കത്തോലിക്ക പണ്ഡിതനായിരുന്ന ലൂയിസ് ഫെർണാണ്ട് ഷൂൾസ് മാസിഗ്നൻ എന്ന ലൂയിസ് മാസിഗ്നൻ ആണ് അബ്രഹാമിക് റിലീജിയൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പഠനം നടത്തിയ ഒരു കത്തോലിക്ക പണ്ഡിതനും കത്തോലിക്ക മുസ്ലിം പരസ്പര ധാരണയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്ന ആളുമായിരുന്നു ലൂയിസ് മാസിഗ്നൻ. കുരിശുദ്ധകാലം തൊട്ടേ കത്തോലിക്കർക്കും ഇസ്ലാമിനും ഇടയിലുള്ള അകൽച്ച ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന ആളായിരുന്നു ഈ ലൂയിസ് മാസിഗ്നൻ. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിനോട് കാണിക്കുന്ന അകൽച്ച ഇല്ലാതാക്കാൻ വേണ്ടി ലൂയിസ് മാസിഗ്നൻ കണ്ടെത്തിയ ടേമാണ് അബ്രഹാമിക് റിലീജിയൻസ് എന്നുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്താൻ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ആളാണ് ഈ ലൂയിസ് മാസിഗ്നൻ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇസ്ലാമിനോടുള്ള കത്തോലിക്ക മതത്തിന്റെ സമീപനം മാറുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ച് 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയിരുന്നു. എന്നാൽ ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വെച്ചിട്ടാണ് ഇസ്ലാമിനോടുള്ള കത്തോലിക്ക മതത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന സമീപനം മാറുന്നത്. അത് നമ്മൾ CCC 841 കാണുന്നുണ്ട്. CCC 841 സഭയ്ക്ക് മുസ്ലിങ്ങളുമായുള്ള ബന്ധം, രക്ഷയുടെ പദ്ധതി സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവരിൽ ഒന്നാമതായിട്ടുള്ളത് അബ്രാഹത്തിന്റെ വിശ്വാസം പുലർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമുകളാണ്. അവർ നമ്മോടൊപ്പം ഏകനും കാരുണ്യവാനും മനുഷ്യരെ അന്തിമ ദിവസം വിധിക്കാനിരിക്കുന്നവനുമായ ദൈവത്തെ ആരാധിക്കുന്നു. ഇതാണ് CCC 841.
നൂറ്റാണ്ടുകളായി ഇസ്ലാമിനോടുണ്ടായിരുന്ന കത്തോലിക്ക നിലപാട് മാറ്റിയിട്ട് ഈ രീതിയിൽ ഇസ്ലാമിനെ സഹോദര മതമായി കരുതുകയും കത്തോലിക്കരും മുസ്ലിങ്ങളും ഏകനും കാരുണ്യവാനും മനുഷ്യരെ അന്തിമ ദിവസം വിധിക്കാനിരിക്കുന്നവനുമായ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ് എന്ന പൈശാചിക നിലപാടിലേക്ക് മതനേതൃത്വത്തെ കൊണ്ടെത്തിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ ലൂയിസ് മാസിഗ്നനാണ്. അബ്രഹാമിക് റിലീജിയൻ എന്ന ടേം ലൂയിസ് മാസിഗ്നൻ ഉപയോഗിക്കാൻ കാരണം സൂറ 6:61 പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു, വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹീമിന്റെ ആദർശത്തിലേക്ക്. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. സൂറ 6:161. ഇവിടെ വക്രതയില്ലാത്ത മതമെന്നും ഇബ്രാഹീമിന്റെ ആദർശമെന്നും പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതത്തെയാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇബ്രാഹീമാണ് യഹൂദന്മാർ ജഡപ്രകാരവും ക്രിസ്ത്യാനികൾ വിശ്വാസപ്രകാരവും പിതാവായി കരുതുന്ന ബൈബിളിലെ അബ്രഹാം എന്ന് ലൂയിസ് മാസിഗ്നൻ വാദിക്കുകയും അതുകൊണ്ട് ഈ 3 മതങ്ങളെയും അബ്രഹാമിക് റിലീജിയൻസ് ആയി പരിഗണിക്കുകയും ചെയ്യണം എന്നായിരുന്നു ലൂയിസ് മാസിഗ്നന്റെ വാദം. അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ കേസ് അതാണ്. ലിബറലിസത്തിന്റെ അസ്കിത കൂടുതലുള്ള യൂറോപ്പിൽ മാസിഗ്നന്റെ ഈ ചിന്താഗതിക്ക് വളരെയധികം പ്രചാരം ലഭിച്ചു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് ലോട്ടറി അടിച്ച പോലെയായിരുന്നു. കാരണം മരുഭൂമിയിലെ കൊള്ളക്കാരന്റെ മതം എന്ന 13-ാം നൂറ്റാണ്ട് മുതലുള്ള തോമസ് അക്വിനാസിന്റെ പഠിപ്പിക്കൽ അനുസരിച്ചാണ് അതുവരെ കത്തോലിക്കർ ഇസ്ലാമിനെ കണ്ടിരുന്നത്. ലൂയിസ് മാസിഗ്നൻ ആ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തി. ഇസ്ലാം സഹോദര മതമാണെന്ന് പറഞ്ഞ് അയാൾ കത്തോലിക്കരെ മാത്രമല്ല പാശ്ചാത്യ ലോകത്തെ അപ്പാടെ വഞ്ചിച്ചു കളഞ്ഞു. 2ാം വത്തിക്കാൻ കൗൺസിൽ ആയപ്പോഴേക്കും ലൂയിസ് മാസിഗ്നന്റെ വാദങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരായി കത്തോലിക്ക മതനേതൃത്വം മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തെ സഹോദര മതമായി അംഗീകരിച്ചുകൊണ്ടു കത്തോലിക്കരോടൊപ്പം മുസ്ലിങ്ങളും ഏകനും കാരുണ്യവാനും മനുഷ്യരെ അന്തിമ ദിവസം വിധിക്കാനിരിക്കുന്നവനുമായ ദൈവത്തെ ആരാധിക്കുന്ന ജനവിഭാഗമായി പ്രഖ്യാപിക്കാനും അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കത്തോലിക്ക മതം അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക മതത്തിന്റെ ഉപദേശപ്രകാരം നോക്കുമ്പോൾ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് ശരിയായ കാര്യമാണ്. എന്നാൽ കത്തോലിക്ക മതത്തിന്റെ ഉപദേശപ്രകാരമല്ലാതെ ബൈബിളിന്റെ ഉപദേശപ്രകാരം നോക്കുമ്പോൾ ജോസഫ് പാംബ്ലാനി പറഞ്ഞിരിക്കുന്നത് കടുത്ത ദുരുപദേശമാണ്. ബൈബിളിലെ അബ്രഹാം തന്നെയാണ് ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന ഇബ്രാഹിം നബി എന്ന ജോസഫ് പാംബ്ലാനി അടക്കമുള്ള കത്തോലിക്ക മതനേതൃത്വത്തിന്റെ നിലപാട് വേദപുസ്തകത്തിന് അന്യമായ ചിന്തയാണ്. ബൈബിളുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് കത്തോലിക്കർക്ക് വേണ്ടിയിട്ടല്ല, ബൈബിളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്ന് ബൈബിളിലെ അബ്രഹാമും മുസ്ലിങ്ങളുടെ ഇബ്രാഹിമും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഈ താരതമ്യം നടത്തുന്നത്. നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് തന്നെ പരിശോധിച്ച് നോക്കാം. ഖുർആനിലെ ഇബ്രാഹിമിന്റെ പിതാവിന്റെ പേര് ആസർ എന്നാണ്. ആസർ സൂറ 6:74. ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു. സൂറ 6:74. ആസറാണ് ഇബ്രാഹിമിന്റെ പിതാവ്. എന്നാൽ ബൈബിളിൽ അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരഹ് എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 11:26. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ വേറെയാണ്. അബ്രഹാമും ഇബ്രാഹിമും എന്നുണ്ടെങ്കിലും അബ്രഹാമിന്റെ പിതാവല്ല ഇബ്രാഹിമിന്റെ പിതാവ്. അപ്പൊ 2 പിതാക്കന്മാർക്ക് ജനിച്ച 2 വ്യക്തികളാണ്, അവർ ഒരാളല്ല. ഓക്കെ, അടുത്തത്. ഖുർആനിലുള്ള ഇബ്രാഹിം ഒരു വ്യക്തി മാത്രമല്ല, ഒരു സമുദായവുമാണ്. അത് നമ്മൾ സൂറ 16:120 കാണുന്നുണ്ട്. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ അഥവാ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം എന്നുള്ളത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു സമുദായവും കൂടിയാണ്. എന്നാൽ ബൈബിളിലെ അബ്രഹാം ഒരു വ്യക്തി മാത്രമായിരുന്നു. ഒരിക്കലും ഒരു സമുദായമായി അബ്രഹാമിന്റെ പേര് പറയുന്നില്ല. എന്നാൽ അബ്രഹാമിന്റെ പേരക്കുട്ടിയായിരുന്ന യാക്കോബിനെ ദൈവം ഇസ്രായേൽ എന്ന് പേര് മാറ്റിയിട്ടതിന് ശേഷം ഇസ്രായേൽ, യാക്കോബ് എന്നീ പേരുകളെ വ്യക്തിനാമമായിട്ടും സമുദായത്തിന്റെ നാമമായിട്ടും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പലയിടത്തും യാക്കോബെ യാക്കോബെ എന്ന് വിളിക്കുന്നത് യാക്കോബിനെ അല്ല, യെശയ്യാവിന്റെയും ഇരമ്യാവിന്റെയും ഒക്കെ അല്ലെങ്കിൽ എസ്കേലിന്റെ ഒക്കെ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ വരുമ്പോൾ അങ്ങനെയുണ്ട്. ഇസ്രായേൽ എന്നുള്ളതിന് പര്യായമായിട്ട് യാക്കോബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വ്യക്തിയുടെ നാമമാണ്. ഇസ്രായേൽ എന്നുള്ളത്, യാക്കോബ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ നാമമാണ്. അപ്പൊ തന്നെ
ഈ ജനതയുടെയും സമൂഹത്തിന്റെയും നാമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അബ്രഹാമിനെ ഒരിക്കലും അങ്ങനെ വിളിക്കുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇനി അടുത്തത്, മൂന്നാമത്തത്, ഇബ്രാഹിം അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അത് നമ്മൾ സൂറ 2:132 കാണുന്നു. ഇബ്രാഹിമും യാക്കൂബും അവരുടെ സന്തതികളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു: എന്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി അഥവാ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. ഇങ്ങനെയാണ് അവർ ഓരോരുത്തരും ഉപദേശിച്ചത്. അപ്പോൾ അള്ളാഹുവിന് ഒരു മതമുണ്ടെന്നും അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കണമെന്നുമാണ് ഇബ്രാഹിമും യാക്കൂബും ഒക്കെ മക്കളോട് പറഞ്ഞത് എന്ന് പറയുന്നു. എന്നാൽ ബൈബിളിൽ അബ്രഹാം ഒരിക്കലും ഒരു മതവിശ്വാസിയായിരുന്നില്ല. അബ്രഹാം വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിലുമായിരുന്നില്ല. അബ്രഹാം സ്രഷ്ടാവായ സത്യദൈവത്തിൽ മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നായിരുന്നില്ല, യഹോവ എന്നായിരുന്നു, അല്ലെങ്കിൽ യഹോവ എന്നാണ്. നാലാമത്തേത്, ഖുർആനിലെ ഇബ്രാഹിം നബി പുനരുദ്ധാനത്തിന്റെ കാര്യത്തിൽ സംശയാലുവായപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തതനുസരിച്ച് 4 പക്ഷികളെ കഷ്ണമാക്കി പല മലകളിൽ വെച്ചിട്ട് വിളിച്ചപ്പോൾ അവ പാറി വന്നു എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് വായിക്കാം. എന്റെ നാഥ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു. അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ലേ? ഇബ്രാഹിം പറഞ്ഞു, അതെ, പക്ഷെ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ 4 പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും അവയെ കഷ്ണിച്ചിട്ട് അവയുടെ ഓരോ അംശം ഓരോ മലയിലും വെക്കുകയും ചെയ്യുക. എന്നിട്ട് അവയെ നീ വിളിക്കുക. അവ നിന്റെ അടുക്കൽ ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക. സൂറ 2:260. ഇത് ഇബ്രാഹിമിന്റെ കാര്യം. എന്നാൽ ബൈബിളിലെ അബ്രഹാമിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നതായോ ഇപ്രകാരം ഒരു പരീക്ഷണം നടത്തിയതായോ ബൈബിളിലില്ല. എന്നാൽ അബ്രഹാമുമായി യഹോവയായ ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ അന്നത്തെ ആചാരം അനുസരിച്ച് മൃഗങ്ങളെ കൊന്ന് ഉടൽ നടുവേ പിളർന്നതായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമത്തത്, ഖുർആനിലെ ഇബ്രാഹിമിനെ അള്ളാഹു മനുഷ്യരുടെ നേതാവാക്കിയിട്ടുണ്ട്. സൂറ 2:120. ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ പിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ അനുസ്മരിക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷെ എന്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. അപ്പോ ഇബ്രാഹിം ഈ ലോകത്തുള്ള ജനങ്ങളുടെയൊക്കെ നേതാവാണ്. ഇബ്രാഹിമിന്റെ മക്കളും അങ്ങനെ തന്നെ നേതാക്കന്മാരായിരിക്കും. പക്ഷെ ആ മക്കളിൽ അക്രമകാരികൾ അങ്ങനെ ആവുകയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബൈബിളിലെ അബ്രഹാമിനെ മനുഷ്യരുടെ നേതാവായി യഹോവ നിശ്ചയിച്ചിട്ടില്ല, ഒരിടത്തും പറയുന്നില്ല. എന്നാൽ ബഹുജാതികൾക്ക് പിതാവ് എന്നൊരു സ്ഥാനപ്പേര് അബ്രഹാമിന് യഹോവ നൽകിയതായിട്ട് ബൈബിളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. ബഹുജാതികൾക്ക് പിതാവ്, ധാരാളം ജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്നുള്ളത്. ആറാമത്തത്, മക്കയിലെ കാബ പണിതത് ഖുർആനിലെ ഇബ്രാഹിമും അവന്റെ മകൻ ഇസ്മായിലും കൂടിയാണ്. ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ, അതായത് കാബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സൂറ 2:127. ബൈബിളിലെ അബ്രഹാം യാത്ര ചെയ്ത ദേശങ്ങളുടെ പേരുകൾ വളരെ വ്യക്തമായി ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരിക്കലും മക്കയുടെയോ അല്ലെങ്കിൽ മക്കയ്ക്ക് അടുത്ത പ്രദേശങ്ങളുടെയോ പേര് വരുന്നില്ല. അങ്ങനെ ഒരു പേര് നമുക്ക് കാണാനേ സാധിക്കുകയില്ല. ഊരിൽ നിന്ന് അഥവാ ഇന്നത്തെ ഇറാഖിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ കനാൻ ദേശത്ത് എത്തുന്നത് വരെയുള്ള യാത്ര കനാൻ ദേശത്ത് തന്നെ ചുറ്റി സഞ്ചരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറേബ്യൻ പ്രദേശങ്ങളിലേക്ക്, ഇന്നത്തെ അറേബ്യൻ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മക്ക, മദീന, ഹിജാസിന്റെ ഭാഗത്തേക്ക് പോയതായിട്ടില്ല. അങ്ങനെ ഒരു കാര്യമില്ല. അത് മാത്രമല്ല, അബ്രഹാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു കെട്ടിടവും പണിതിട്ടില്ല. പണിതത് മുഴുവൻ യാഗപീഠങ്ങളായിരുന്നു. യാഗപീഠത്തിലാണ് ആരാധന നടത്തിയത്. ബൈബിളിൽ ചില തെളിവുകൾ തരാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠമാണ് പണിതുന്നത്, കെട്ടിടമല്ല. ഇനി ഉൽപ്പത്തി 12:8, അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഉൽപ്പത്തി 12:8. അടുത്തത് ഉൽപ്പത്തി 13:3. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ
യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അപ്പൊ ഇവിടെ ഈ യാഗപീഠം ഇരുന്ന സ്ഥലം, അല്ലാണ്ട് താൻ പണിത ആ അമ്പലത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പള്ളിയുടെ അടുത്തേക്ക് പോയി എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഉൽപ്പത്തി 13:18. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഇവിടെയും യാഗപീഠമാണ് പണിതതായിട്ട് കാണുന്നത്. ഉൽപ്പത്തി 22:9. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. ഉൽപ്പത്തി 22:9. ഇങ്ങനെ യാഗപീഠം പണിത് അതിൽ യാഗം കഴിച്ച് യഹോവയെ ആരാധിച്ചതല്ലാതെ ഒരിക്കൽ പോലും ആരാധനയ്ക്കായി അബ്രഹാം ഒരു കെട്ടിടം പണിതതായി ബൈബിൾ പറയുന്നില്ല. ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല, തനിക്ക് താമസിക്കാൻ വേണ്ടിയും, തനിക്കോ തന്റെ കുടുംബത്തിലുള്ളവർക്കോ മക്കൾക്കോ അടക്കമുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയും അബ്രഹാം ഒരിടത്തും ഒരു കെട്ടിടവും പണിതിട്ടില്ല. കൂടാരങ്ങളിലായിരുന്നു അബ്രഹാം പാർത്തിരുന്നതെന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എബ്രായർ 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് അബ്രഹാം ജീവിച്ചത്, അല്ലാതെ കെട്ടിടം പണിതിട്ടല്ല. ജീവിക്കാൻ വേണ്ടി പോലും കെട്ടിടം പണിയാത്ത അബ്രഹാമാണോ ഇനി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കെട്ടിടം പണിയുന്നത്? കാരണം കെട്ടിടം പണിത് കഴിഞ്ഞാൽ പിന്നെ അതിന് ചുറ്റുമായിരിക്കും ജീവിതം. അങ്ങനെയല്ല അബ്രഹാം ജീവിച്ചത്. അബ്രഹാം അവിടെ നാടോടികളെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. ഓരോ പ്രദേശത്തേക്ക് ഇങ്ങനെ പോകും. കന്നുകാലികളുടെ തീറ്റയൊക്കെ കുറഞ്ഞെന്ന് കാണുമ്പോൾ അടുത്ത തീറ്റ കിട്ടുന്ന സ്ഥലം എവിടെയാണ് അവിടെ ചെല്ലും, അവിടെ കുറെ നാൾ താമസിക്കും, പിന്നെ അലഞ്ഞിങ്ങനെ നടക്കുകയാണ്. അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം അല്ല അബ്രഹാം. ഇബ്രാഹിം കാബയൊക്കെ പണിത് ഒരു സിവിലൈസേഷൻ, അതായത് ഒരു ബിൽഡിംഗ് പണിത് അതിന് ചുറ്റുമായിട്ട് താമസിച്ചു വന്നിരുന്ന ആളാണ്. അബ്രഹാം അങ്ങനെയുള്ള ആളല്ല. ഇത് രണ്ടാളുകളാണ്. 7-മത്തേത്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം തന്റെ രക്ഷിതാക്കളായി സ്വീകരിക്കുകയും പിന്നീട് തള്ളിക്കളയുകയും ചെയ്ത ആളായിരുന്നു ഖുർആനിലെ ഇബ്രാഹിം. നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ രാത്രി അദ്ദേഹത്തെ പറഞ്ഞ ഇബ്രാഹിമിനെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴി പിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിരിക്കും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. സൂറ 6:76 മുതൽ 78 വരെ. ഇതാണ് ഇബ്രാഹിമിന്റെ അവസ്ഥ. എന്നാൽ ബൈബിളിൽ അബ്രഹാം ഇപ്രകാരമുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അബ്രഹാം മെസൊപ്പൊത്താമിയയിലെ ഊരിൽ താമസിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിവരക്കേടുകളോ മണ്ടത്തരങ്ങളോ കാണിച്ചതായിട്ട് ബൈബിളിലില്ല. അബ്രഹാമിന്റെ മുമ്പാകെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു, അബ്രഹാമിനോട് സംസാരിച്ചു. ആ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് അബ്രഹാം പുറപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഇബ്രാഹിം കാട്ടിക്കൂട്ടിയതാണ് മണ്ടത്തരങ്ങൾ. അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ. 8-മത്തേത്, ഖുർആനിലെ ഇബ്രാഹിമിനെ എരിയുന്ന അഗ്നികുണ്ഡത്തിൽ ഇട്ടുവെങ്കിലും അല്ലാഹു അവനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂറ 21:68 മുതൽ 70 വരെ. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടരിച്ചു കളയുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യുക. നാം പറഞ്ഞു, തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ അവർ ഉദ്ദേശിച്ചു, എന്നാൽ അവരെ ഏറ്റവും നഷ്ടം പറ്റിയവരാക്കുകയാണ് നാം ചെയ്തത്. സൂറ 21:68 മുതൽ 70 വരെ. ഹദീസിലും ഈ കാര്യം പറയുന്നുണ്ട്. സഹീഹ് ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1374, CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമ. അത് മറ്റൊരു ഹദീസിന്റെ അതിനോട് ചേർത്ത് ബാക്കിയായിട്ട് വരികയാണ്. ഞാൻ വായിക്കാം. പല്ലിയെ കൊല്ലാൻ തിരുമേനി കൽപ്പിച്ചു എന്ന് കാണിക്കുന്ന ഉമ്മു ശരീക്കിന്റെ ഹദീസ് മുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പല്ലിയെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ഹദീസിലാണ് ഇത് പറയുന്നത്. ഇബ്രാഹിം നബിയെ തീയിലിടുവാൻ തീ കത്തിച്ചൊരുക്കിക്കൊണ്ടിരുന്നപ്പോൾ പല്ലി തീയിൽ ഊതിക്കൊണ്ടിരുന്നുവെന്നുകൂടി തിരുമേനി അരുളിയതായി ഈ റിവായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബ്രാഹിമിനെ തീയിലിടാൻ വേണ്ടി തീ കത്തിക്കാൻ വേണ്ടി വിറകൊക്കെ കൂട്ടി തീ കത്തിക്കാൻ നോക്കിയ സമയത്ത് പല്ലി എന്നിട്ട് തീ ഊതി കത്തിച്ചു അത്ര. അതുകൊണ്ടാണ് പല്ലിയെ എവിടെ കണ്ടാലും ഒറ്റയടിക്ക് കൊല്ലാൻ പറയുന്നത്. മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക്. പല്ലി എവിടെ കണ്ടാലും കൊല്ലണം, കൊന്നാൽ പുണ്യമാണ്. കാരണം ഇതാണ്, പല്ലി തീ ഊതി കത്തിച്ചു. ആലോചിച്ച് നോക്കണം, മനുഷ്യനെയൊക്കെ ദഹിപ്പിക്കണമെങ്കിൽ തീക്കുണ്ടമാണ്, വലിയ തീക്കുണ്ടമാണ്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് പല്ലി
ഊതി ആ തീയുടെ ഒന്ന് ശക്തി കൂട്ടാൻ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ എന്ത് വിവരക്കേടാണ്. കാരണം പല്ലുന്ന ഭാഗത്തേക്ക് അടുക്കില്ല ചൂട് കാരണം. ഏതായാലും ബൈബിളിലെ അബ്രഹാമിനെ ഇപ്രകാരം തീയിലിട്ടതായി പറയുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്രകാരം ഒരു കഥ പ്രചാരത്തിലുണ്ടായിരുന്നു. അബ്രഹാമിനെ യഹോവയായ ദൈവം കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു എന്ന വചനത്തെ അടിസ്ഥാനമാക്കി ഒരു യഹൂദ റബ്ബി നൽകിയ വ്യാഖ്യാനമാണ് ഇപ്രകാരം ഒരു കഥ രൂപം കൊള്ളുവാൻ ഇടയായത്. ഊർ എന്ന എബ്രായ പദത്തിന് അഗ്നി എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. അപ്പൊ അബ്രഹാമിനെ ഊരിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതിനെ അബ്രഹാമിനെ അഗ്നിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് ഈ റബ്ബി വ്യാഖ്യാനിച്ചു. അങ്ങനെയാണ് ഈ കഥ യഹൂദന്മാരുടെ ഇടയിൽ രൂപം കൊണ്ടത്. ഏതായാലും ഇത് ബൈബിളിലെ അബ്രഹാമിന്റെ കാര്യമല്ല, ഏതോ ഒരു റബ്ബിയുടെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അതാണ് ഖുർആനിലെ ഇബ്രാഹിമായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ബൈബിളിലെ അബ്രഹാം അല്ലാതെ. 9-ാമത്തത്, ഖുർആനിലെ ഇബ്രാഹിമിന് പ്രപഞ്ച രഹസ്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണത്. സൂറ 6:75. എന്നാൽ ബൈബിളിലെ അബ്രഹാമിന് ഇപ്രകാരമുള്ള ആധിപത്യ രഹസ്യങ്ങൾ ഒന്നും തന്നെ യഹോവയായ ദൈവം കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടാളുകളാണ്. 10-ാമത്തത്, ഖുർആനിലെ ഇബ്രാഹിം നബി ചേലാകർമ്മം നടത്തിയത് 80 വയസ്സായപ്പോഴാണ്. ഹദീസ് വായിക്കാം. അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഇബ്രാഹിം നബിക്ക് ചേലാകർമ്മം നടത്തിയത് 80 വയസ്സ് പ്രായമെത്തിയ ഘട്ടത്തിലാണ്. കോടാലി കൊണ്ടാണ് അത് നടത്തിയത്. കോടാലി കൊണ്ടാണ് ഇബ്രാഹിമിന് ചേലാകർമ്മം നടത്തിയത്. സഹീഹുൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1372. എന്നാൽ ബൈബിളിലെ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത് 99 വയസ്സായപ്പോഴായിരുന്നു. 17-24 അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അപ്പൊ 99 വയസ്സിലാണ് അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത്. ഇബ്രാഹിം നബി പരിച്ഛേദന ഏറ്റിട്ടില്ല, ചേലാകർമ്മമാണ്. ചേലാകർമ്മം 80-ാമത്തെ വയസ്സിൽ, അതും കോടാലി കൊണ്ടാണ്. കോടാലി കൊണ്ട്. 11, ഖുർആനിലെ ഇബ്രാഹിം നബി ഭയങ്കര ഉയരമുള്ള ആളായിരുന്നു. ഉയരം കാരണം അദ്ദേഹത്തിന്റെ തല കാണാൻ പറ്റില്ലായിരുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഹദീസ് വായിക്കാം. സമൂറ പറയുന്നു, തിരുമേനി അരുളി, കഴിഞ്ഞ രാത്രി ഉറക്കത്തിൽ 2 ആളുകൾ എന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ ദീർഘകായനായ ഒരാളുടെ അടുത്ത് ചെന്നു. പൊക്കം കാരണം അദ്ദേഹത്തിന്റെ തല എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് ഇബ്രാഹിം ആയിരുന്നു. സഹീഹുൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1370. അപ്പൊ തല കാണാൻ പറ്റാത്ത ഒന്നും, അത്ര ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്, അത്ര ഉയരമുള്ള ആളാണ് ഈ ഇബ്രാഹിം നബി. എന്നാൽ ബൈബിളിൽ അബ്രഹാം സാധാരണ ഉയരമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ തലയോ മുഖമോ കാണുന്നതിന് സമകാലീനരായ ആർക്കും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് കോടാലി കൊണ്ട് ചേലാകർമ്മം നടത്തിയതെന്ന്. തല പോലും കാണാൻ പറ്റാത്തത്ര വണ്ണം പല 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 ഈന്തപ്പനകൾ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നിനെ കുത്തനെ നിർത്തിയാലുണ്ടാകുന്ന അത്രയും ഹൈറ്റിലുള്ള ഒരാളുടെയൊക്കെ ചേലാകർമ്മം നടത്തണമെങ്കിൽ കോടാലി തന്നെ വേണം. മുഹമ്മദ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേട് പറയോ. അടുത്തത് 12-ാമത്തത്, ഖുർആനിലെ ഇബ്രാഹിം നബി ബൈബിളിലെ ശലോമോന്റെ സമകാലീനനോ അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ജീവിച്ചിരുന്നവനോ ആണ്. ഒന്നുകിൽ ഒരേ കാലഘട്ടം അല്ലെങ്കിൽ 40 വർഷം മുമ്പ്. ഹദീസ് വായിക്കാം. അബൂദർ പറയുന്നു, ഞാൻ ചോദിച്ചു, ദൈവദൂതരെ, ഒന്നാമതായി ഭൂമിയിൽ സ്ഥാപിതമായ പള്ളി ഏതാണ്? തിരുമേനി അരുളി, കാബ. പിന്നീട് ഏത് പള്ളിയാണ് സ്ഥാപിതമായത്? തിരുമേനി അരുളി, ബൈത്തുൽ മുഖദ്ദസ്. എത്ര കൊല്ലം ഇടവിട്ടാണ് ഇവ രണ്ടും സ്ഥാപിതമായത്? തിരുമേനി അരുളി, 40 കൊല്ലം ഇടവിട്ട്. തിരുമേനി തുടർന്നരുളി, ഇനി എവിടെ വെച്ചാണോ നമസ്കാര സമയമായത് അവിടെ വെച്ച് നമസ്കരിച്ചു കൊള്ളുക, അതിലാണ് പുണ്യമിരിക്കുന്നത്. സഹീഹുൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1376. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ദൈവാലയമാണ്. അത് പണിതത് ദാവീദിന്റെ പുത്രനായ ശലോമോൻ ആയിരുന്നു. അപ്പൊ കാബ പണിതത് ഇബ്രാഹിം നബി ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഖുർആനിൽ നിന്ന് തന്നെ കാണുകയുണ്ടായി. അപ്പൊ ഇബ്രാഹിം നബി കാബ പണിത് വെറും 40 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 40 വർഷത്തിന്റെ ഉള്ളിൽ ശലോമോൻ ബൈത്തുൽ മുഖദ്ദസ് പണിയണം എന്നുണ്ടെങ്കിൽ അവർ സമകാലീനരോ അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറയിലുള്ളവരോ ആയിരിക്കണം. മനസ്സിലായോ? എന്നാൽ ബൈബിളിൽ അബ്രഹാമും ശലോമോനും ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ തമ്മിൽ 1000 വർഷത്തെ വ്യത്യാസം, അഥവാ ഒരു 20-25 തലമുറകളുടെ ഇടവേളകൾ ഉണ്ടായിരുന്നു. അത്രയും ഗ്യാപ്പാണ്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട 1 ഡസൻ വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞത്. ബൈബിളിൽ അബ്രഹാം ജീവിച്ചിരുന്ന ദേശം ഏതാണെന്നും ഏതൊക്കെ ദേശങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചാരം നടത്തിയെന്നും ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ ഖുർആനിലെ ഇബ്രാഹിം ഏത് ദേശക്കാരനാണെന്നോ എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെന്നോ പറയുന്നില്ല. അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് ബൈബിൾ വിശദമായി പറയുമ്പോൾ ഖുർആൻ ആകെ പറയുന്നത് ഇബ്രാഹിമിന്റെ പിതാവിന്റെ പേര് മാത്രമാണ്. അതാകട്ടെ ബൈബിളിൽ അബ്രഹാമിന്റെ പിതാവിന്റെ പേരേ അല്ല.
രണ്ട് പിതാക്കന്മാർ, രണ്ടുപേരുടെയും രണ്ട് പിതാക്കന്മാർ. അബ്രഹാം ജീവിച്ചിരുന്നത് ഏതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ ഇബ്രാഹിം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണെന്ന് ഖുർആൻ പറയുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള ധാരാളം വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എങ്കിലും ഖുർആനിലെ ഇബ്രാഹിമും ബൈബിളിലെ അബ്രഹാമും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ചിന്താശേഷിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ ഇത്രയും തെളിവുകൾ തന്നെ അധികമാണെന്നതിനാൽ കൂടുതൽ താരതമ്യ പഠനത്തിലേക്ക് കടക്കുന്നില്ല. മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന ഏതൊരു മനുഷ്യനും ഈ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഒരു നിമിഷം പോലും താമസിക്കാതെ പറയും അബ്രഹാമിക് റിലീജിയൻസ് എന്നുള്ളത് വെറും ഒരു ഉഡായിപ്പ് മാത്രമാണെന്ന്. കാരണം ബൈബിളിലെ അബ്രഹാമുമായി യാതൊരു ബന്ധവും ഇസ്ലാമിനില്ല, മുഹമ്മദിനില്ല, മുസ്ലിങ്ങൾക്കില്ല. ജോസഫ് പാംബ്ലാനി സ്വന്തം മനസാക്ഷിയേക്കാൾ അധികം വില കൊടുക്കുന്നത് കത്തോലിക്ക മതത്തിന്റെ ഉപദേശങ്ങൾക്കാണ്. അതുകൊണ്ടാണ് CCC 841 അനുസരിച്ച് ഇസ്ലാമിനെ സഹോദര മതമായി അബ്രഹാമിക് റിലീജിയനായി ജോസഫ് പാംബ്ലാനി കരുതുന്നതും പരസ്യമായി പറയുന്നതും. അതിന്റെ ദോഷം കത്തോലിക്കർക്ക് മാത്രമാണ്, ഞങ്ങൾക്കാർക്കുമല്ല. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. എന്നെ കേൾക്കുന്ന ബൈബിൾ വിശ്വാസികളായ ആളുകളോട് ഞാൻ പറയട്ടെ, ഇസ്ലാം എന്നുള്ളത് പൈശാചിക സൃഷ്ടിയാണ്. ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടി പിശാച് ഉണ്ടാക്കിയെടുത്ത മതമാണത്. ക്രിസ്ത്യാനികളെ വഞ്ചിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന് പകരം ഈസാ നബി എന്ന വ്യാജനെ ആ മതത്തിൽ പിശാച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ആദാമിന് പകരം ആദം, നോഹയ്ക്ക് പകരം നൂഹ്, അബ്രഹാമിന് പകരം ഇബ്രാഹിം, ദാവീദിന് പകരം ദാവൂദ്, ശലോമോന് പകരം സുലൈമാൻ, യോനയ്ക്ക് പകരം യൂനുസ്, യോഹന്നാന് പകരം യഹിയ തുടങ്ങി ധാരാളം വ്യാജന്മാരെ പിശാച് ആ മതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്യങ്ങൾ കണ്ട് നിങ്ങൾ അവന്റെ കെണിയിൽ വീഴരുത്. സാമ്യങ്ങളല്ല, വ്യത്യാസങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. കള്ളനോട്ടും നല്ല നോട്ടും തമ്മിൽ സാമ്യങ്ങൾ ഉണ്ടോ എന്നല്ല നമ്മൾ നോക്കുക, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കുക. അധികമൊന്നും വേണ്ട, ഒരു വ്യത്യാസം, ഒരൊറ്റ വ്യത്യാസം മാത്രം ഉണ്ടായാൽ മതി. ആ ഒരു വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കള്ളനോട്ടിനെ കള്ളനോട്ടെന്ന് മനസ്സിലാക്കി നശിപ്പിച്ചു കളയും. ഈ ഭൂമിയിൽ മാത്രം ഉപകാരപ്പെടുന്ന പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സാമ്യങ്ങളല്ല വ്യത്യാസങ്ങളാണ് മുഖവിലേക്ക് എടുക്കുന്നതെങ്കിൽ ഈ ലോകത്ത് മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും പ്രാധാന്യമുള്ള ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് സാമ്യങ്ങളുടെ പുറകെ പോകുന്നത്? വ്യത്യാസങ്ങളല്ലേ നോക്കേണ്ടത്, അല്ലെ? അധികമൊന്നും വേണ്ട, ഒരു വ്യത്യാസം ഉണ്ടായാൽ മതി. ആ ഒരൊറ്റ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജനെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് കഴിയണ്ടേ? വേണ്ടേ? അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ രക്തം നിങ്ങളുടെ തലമേൽ തന്നെ ഇരിക്കും, ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. കാരണം ഇടതിനും വലതിനും ഒരുപോലെ ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് വളരെയധികം റിസ്ക് ഉള്ള സംഗതിയാണ്. ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി ചിന്തിച്ച് അതനുസരിച്ചുള്ള ഒരു തീരുമാനവും പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ, അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ കെണിയിൽപ്പെട്ട് ആരെങ്കിലും നശിച്ചു പോകുന്നെങ്കിൽ ആ നാശത്തിന് ദൈവം മുമ്പാകെ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ ഉത്തരവാദികളല്ല. വ്യാജ ഇടയന്മാരും തുമ്പുകെട്ട ഇടയന്മാരും, ബൈബിളിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, തുമ്പുകെട്ട ഇടയന്മാരും ഒക്കെ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ജോസഫ് പാംബ്ലാനിയൊക്കെ അതിന് നല്ല ഒന്നാന്തരം ഉദാഹരണവുമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് സത്യം മനസ്സിലാക്കി വേർപെട്ടിരിപ്പാൻ, അവർ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ ഇസ്ലാം എന്താണ്, ഇതൊരു പൈശാചികതയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പൈശാചികം മാത്രമായിട്ട് കാണാൻ എല്ലാവരും തയ്യാറാകണം. കത്തോലിക്കർക്ക് പറ്റിയ വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് ഈ അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ദൈവമാക്കി തീർത്തതാണ്. മനസ്സിലായോ? CCC 841 നമ്മൾ കാണുന്നത് പ്രകാരം ഏകനും കാരുണ്യവാനുമായ അന്ത്യദിവസത്തിൽ മനുഷ്യനെ വിധിക്കാനിരിക്കുന്നവനുമായ ഒരേ ദൈവം, നമ്മൾ അവരൊക്കെ ആരാധിക്കുന്ന ആ ഒരു ദൈവത്തെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിശാജ്, അള്ളാഹു യഥാർത്ഥത്തിൽ പിശാജാണ്, ആ പിശാജിനെ പിടിച്ച് അവരവരുടെ ദൈവമാക്കി. അതോടുകൂടെ തുടങ്ങി അവരുടെ അപജയം. നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ കത്തോലിക്ക മതത്തിന് ധാരാളം അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ ദൈവമായിട്ട് അവർ കരുതിയിരുന്നത് യഹോവയായ ദൈവത്തെ തന്നെയാണ് അവർ അന്ന് കരുതിയിരുന്നത്. തോമസ് അക്വിനാസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത് കൊണ്ട് അങ്ങ് ആ ലെവലിൽ തന്നെ അവർ പോകുന്നത്. പക്ഷേ അവരുടെ ദൈവത്തെ തന്നെ അവർ മാറ്റിയിട്ട് ഈ അള്ളാഹുവിനെ മുസ്ലിങ്ങളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടൊരു സഹവർത്തിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അള്ളാഹുവിനെ പിടിച്ച് അവരുടെ ദൈവമാക്കിയതിനു ശേഷം, അഥവാ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ കത്തോലിക്ക മതത്തിനുണ്ടായ അപജയം അതിനു മുമ്പുണ്ടായ ഏതൊരു കാലഘട്ടത്തെക്കാളും വളരെ കൂടുതലാണ്. കോടിക്കണക്കിന് മനുഷ്യർ യൂറോപ്പിൽ നിരീശ്വരവാദത്തിലേക്ക് പോയി. അതിനുശേഷം കോടിക്കണക്കിന് മനുഷ്യർ ഇവരുടെ കൂട്ടത്തിൽ നിന്നും നിരീശ്വരവാദികളായി തീർന്നു. മൊത്തം പോയി. കാരണം ദൈവത്തെ തന്നെ കൈവിട്ട് കളഞ്ഞു. ഒന്നാം പ്രമാണത്തെ തന്നെ ഇവർ ലംഘിച്ചു കളഞ്ഞു.
ദൈവത്തെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ ദൈവം അവരെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള പല കാര്യങ്ങളിലും ജഡത്തിന്റെ ബലഹീനത കൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒക്കെ പറഞ്ഞു നിൽക്കാം. ദൈവം മുമ്പാകെ പോയിട്ട് ദൈവമേ എന്റെ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി ഇങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറയാം. പക്ഷെ ഈ ദൈവത്തെ തള്ളിക്കളയുന്നത് ജഡത്തിന്റെ ബലഹീനതയൊന്നുമല്ല, ശുദ്ധ വിവരക്കേടാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ദൈവം കുറെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്, ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഒരാളെ മാത്രമേ ഭാര്യയായിട്ട് എടുക്കാൻ പാടുള്ളൂ, മാത്രമല്ല വിവാഹമോചനം പാടില്ല, വ്യഭിചാരം പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ ദൈവമാണെങ്കിലോ 4 ഘട്ടം, ഒരേ സമയത്ത് 4 ഭാര്യമാര്. ഇനി 4 എണ്ണത്തിനെയും മൊഴിയില്ല. ഇവിടെ വിവാഹമോചനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുക, അവിടെ 4 എണ്ണത്തിനെ മൊഴി ചൊല്ലിയിട്ട് വേറെ 4 എണ്ണത്തിനെ കെട്ടാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല താൽക്കാലിക വിവാഹം, നിക്കാമുത്ത എന്ന് പറഞ്ഞ വേറെ വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കുന്ന പരിപാടി. അപ്പൊ ഇങ്ങനെ ജഡത്തിന്റെ ആസക്തികളെല്ലാം നിറവേറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് കുറെ ആൾക്കാർ അതിലേക്ക് പോയിട്ടുണ്ട്. ഈ ദൈവത്തിനെ എനിക്ക് വേണം, ഇപ്പൊ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞു പോയിട്ടുള്ള ക്രിസ്ത്യാനികളും ഉണ്ട്. കാരണം എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിന്ദയും അപമാനവും പരിഹാസവും ഒക്കെ ഉണ്ടാവും. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ടല്ലോ, എന്റെ മകനെ തിമോത്തിയോസേ, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാവും, കഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആ ഉപദ്രവവും കഷ്ടവും ഒന്നും സഹിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ അപ്പുറത്തേക്ക് പോകും. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇത് ഒരു സമൂഹം ഒന്നടങ്കം അതിന്റെ നേതൃത്വം എല്ലാം കൂടി ചേർന്നിട്ട് ആ നിലവിലുണ്ടായിരുന്ന ദൈവത്തെ മാറ്റി പിശാചിനെ അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അപ്പൊ ഏതായാലും അതിനകത്തുള്ള ആൾക്കാർ ചിന്തിച്ച് പുറത്തു വരുന്നെങ്കിൽ വരട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്നാൽ ബൈബിളിനെ പ്രമാണമായിട്ട് കരുതുന്ന, ബൈബിൾ ദൈവവചനമായിട്ട് കരുതുന്ന, ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ആരും വഞ്ചിച്ച് കളയരുത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട്, ഈ ദാവാക്കാർ മാത്രമല്ല, പാമ്പ്ലാനിയെ പോലെയൊക്കെയുള്ള ആളുകളും വന്നിട്ട് പറയും, അതായത് നമ്മളൊക്കെ അവരും സഹോദര മതമാണ്, ഇസ്ലാമും നമ്മൾ സഹോദര മതമാണ്, അബ്രഹാമിക് റിലീജിയനെ പിൻപറ്റുന്നവരാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.